ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്ന് എന്തെല്ലാം എനർജീസ് ആണുള്ളത്, ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. ഇമോഷണലി നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇന്ന് വരെ നിങ്ങൾ കുറച്ച് ഇമോഷണലി ഡ്രെയിൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ സ്നേഹം വരുന്നു എന്നാണ്. ഇതൊരു ന്യൂ ലവ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. ന്യൂ ലവ് ആണ്. ചിലപ്പോൾ ഒരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന ദിവസം എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. പുതിയ ആൾ വരുന്നതാകാം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മുൻപുണ്ടായിരുന്ന ഒരാൾ വീണ്ടും നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട്. അയാൾക്ക് നിങ്ങളോടിപ്പോൾ നിലവിൽ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു പുതിയ സ്നേഹം, ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ നിങ്ങളോട് തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നതാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. ഇത് ചിലപ്പോൾ പുതിയ തുടക്കം എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ ജോലി ഓഫർ കിട്ടുന്നതാവാം. ചിലപ്പോൾ മറ്റൊരാളിൽ നിന്നൊരു സഹായം നിങ്ങൾക്ക് കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. ഇത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സഹായം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ചില സഹായങ്ങൾ ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതായത് യൂണിവേഴ്സിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. പുതിയതായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് കാർഡ് മജീഷ്യൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ അബണ്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്കുള്ള ഒരു ദിവസമാണ്. സന്തോഷം, സമാധാനം, സംതൃപ്തി, ഭാഗ്യം, പണം, എന്താഗ്രഹിക്കുന്നു. അതായത് പണം വരട്ടെ എന്ന് പറയുമ്പോൾ പണം വരും. അങ്ങനത്തെ എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്ററാണ്. മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വിധം ക്രിയേറ്ററായിട്ടുള്ള ഒരു ദിവസമാണ്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമാണ്. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് വേണോ അതെല്ലാ റിസോഴ്സുകളും നിങ്ങളുടെ കയ്യിലുള്ള ഒരാളാണ് നിങ്ങൾ ഇന്നേ ദിവസം. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വൈബ്രേഷൻ ഏറ്റവും ഹൈ വൈബ്രേഷനിലിരിക്കാൻ, ഹൈ എനർജി, ഹൈ വൈബ്രേഷനിലിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇന്ന് ശരിക്കും യൂണിവേഴ്സിൻ്റെ ഒരു വൈബ്രേഷനിലായിരിക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ, ചില ദിവസങ്ങളിൽ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ തലയിലായിരിക്കും. നമ്മൾ ഏഞ്ചൽസിൻ്റെ കാർഡ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് അപ് ടു യു എന്ന് കാണത്തില്ലേ? അപ്പോൾ പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഇതിൽ യാതൊരു പങ്കുമില്ല. ഇന്നത്തെ ദിവസം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങളാണ് നിങ്ങളുടെ കാര്യം തീരുമാനിക്കേണ്ടതെന്ന് ചില ദിവസം പറയത്തില്ലേ? ആ കാർഡാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. ഇന്ന് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ എനർജിയിലായിരിക്കും, യൂണിവേഴ്സിൻ്റെ വൈബ്രേഷനിലായിരിക്കും നിങ്ങൾ ഇന്ന ദിവസം ഉള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, എല്ലാ റിസോഴ്സുകളും നിങ്ങൾക്കുണ്ട്. എന്താഗ്രഹിക്കുന്നു അത് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് എംപ്രസിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ന് വളരെ സൗഭാഗ്യവതിയായിട്ട്, സൗഭാഗ്യവതി ഒരു ഫെമിനൈൻ എനർജിയാണ്, സൗഭാഗ്യവതിയായിട്ട് നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളെ തന്നെ ഇന്ന് വളരെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കിയൊക്കെയായിരിക്കും പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതും ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടാൻ പാകത്തിന് അബണ്ടൻസാൽ അനുഗ്രഹിക്കപ്പെട്ട ആളായിട്ടാണ് ഇന്ന ദിവസം നിങ്ങൾ കാണുന്നത്. ഇവിടെ ചിലപ്പോൾ ചില ആളുകൾക്ക് നിങ്ങളുടെ പേരിനെ കുറിച്ച്, നിങ്ങൾ ഡീഫമേഷൻ എന്ന് പറയത്തില്ലേ, അതായത് പേര് കളങ്കപ്പെടുക, നിങ്ങളെക്കുറിച്ച് ഗോസിപ്പൊക്കെ കേൾക്കുക, അങ്ങനെയുള്ള ഒരു എനർജിയും കൂടെ കാണുന്നുണ്ട്. കുറച്ച് ആളുകൾക്കാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്ത്രീത്വത്തിനെ അപമാനിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് ചിലപ്പോൾ ഇന്ന ദിവസം നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതാരെങ്കിലും ഗോസിപ്പ് പറഞ്ഞു എന്ന് നിങ്ങൾ അറിയുന്നതായിരിക്കും കേട്ടോ. നിങ്ങളെക്കുറിച്ച് ഇന്നയാൾ ഇന്നത് പറഞ്ഞു എന്ന് നിങ്ങൾ അറിയുന്നതാകാൻ സാധ്യതയുണ്ട്.
അതാണ് എംപ്രസിൻ്റെ എനർജി. ഇതൊരു പ്രഗ്നൻറ്റ് ലേഡിയാണ്, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്ന ദിവസം ഇവിടെയും ഒരു പ്രഗ്നൻസിയുടെ കാർഡാണ് ഈ ഏസ് ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ന്യൂ ബേബി വരാൻ, ചിലപ്പോൾ ഒരു ബേബി നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് വരാനോ, ചിലപ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞുണ്ടായി എന്നറിയുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത. മീൻസ് പ്രഗ്നൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് ആവാനും സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെയും എംപ്രസിൻ്റെ എനർജി പറയുന്നത് പ്രഗ്നൻറ്റ് ലേഡിയാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതോ, അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതോ ആകാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വേൾഡ് കാർഡാണ്. അപ്പോൾ ഒരു സൈക്കിൾ അവസാനിച്ച് പോകുന്നു എന്നാണ്. അതുപോലെ ഇന്ന് നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളൊന്ന് സൂക്ഷിക്കണം. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു സൈക്കിൾ എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു കാർമിക് സൈക്കിൾ എൻഡായി പോയിട്ട് പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നതായിട്ട്. ഇവിടെ വേൾഡ് കാർഡ് കംപ്ലീഷൻ്റെ കാർഡും ഇവിടെ ഏസ് ഓഫ് കപ്പ് സ്റ്റാർട്ടിങ്ങിൻ്റെ കാർഡുമാണ്. അപ്പോൾ എന്തോ ഒരു സൈക്കിൾ എൻഡായിട്ട് പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പുതിയൊരു തുടക്കം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഫോറോസോഡിൻ്റെ എനർജി ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫോറോസോഡിൻ്റെ എനർജി കേൾക്കാൻ അത്ര സുഖമുള്ളൊരു കാർഡല്ല ഇത്. ഒന്നുകിൽ നിങ്ങളൊരു തീരുമാനം എടുത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, കാരണം നിങ്ങളുടെ മൈൻഡ് ഓക്കെ അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റിയ സമയമല്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകണ്ട, തീരുമാനം എടുക്കണ്ടെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതാണ് ഫോറോസോഡിൻ്റെ എനർജി പറയുന്നത്. പക്ഷേ ഫോറോസോഡിൻ്റെ എനർജിയിൽ മരണം കേൾക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യമുണ്ട്. അതുപോലെ സർജറി നടക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക്, സർജറി ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സർജറി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പതുക്കെ എണീക്കാനും നടക്കാനും ഒക്കെ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവും. കുറച്ച് പേർക്ക് ഇന്ന് നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതുവരെ റെസ്റ്റ് എടുക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കൂ. നിങ്ങൾ ഇന്ന് പതുക്കെ എണീറ്റാൽ മതി, രാവിലെ പതുക്കെ എഴുന്നേറ്റാൽ മതി, പതുക്കെ ജോലികളൊക്കെ ചെയ്താൽ മതി, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ജോലികൾ ചെയ്താൽ മതി എന്ന് നിങ്ങൾക്കൊരു മുന്നറിയിപ്പും കൂടി തരുന്നുണ്ട്. കുറച്ച് പേർക്ക് കാലുവേദന, പുറം വേദന, കൈക്ക് ഷോൾഡറൊക്കെ പെയിൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തലവേദനയൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളം കുടിക്കണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഫോർ ഓഫ് വാണ്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് എംപററിൻ്റെ എനർജിയാണ്. കുറേ ദിവസമായി എംപററിൻ്റെ കാർഡ് കാണിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആർക്കോ പെനാൽറ്റി വരുന്നുണ്ട്. പെനാൽറ്റി എന്ത് വണ്ടിയുടെയൊക്കെ ആയിരിക്കും, ഇൻഷുറൻസ് അടയ്ക്കാനുള്ളതോ അല്ലെങ്കിൽ പുക പരിശോധനയുടെയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം. എംപററിൻ്റെ കാർഡ് പറയുന്നത് നീതി നിർവഹണം നടപ്പിലാവുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂണിഫോം ഫോഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും ഒരു കോർക്കൽ വരാൻ സാധ്യതയുണ്ട്. പോലീസ്, പട്ടാളം, എക്സൈസ്, ഫോറസ്റ്റ്, അങ്ങനെ യൂണിഫോം ജോബ്സ് ഇല്ലേ, അങ്ങനെയുള്ള ആരെങ്കിലും ആയിട്ട് ചിലപ്പോൾ ഒന്ന് ഇന്ന ദിവസം ഒന്ന് കോർക്കാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിലെ മേലധികാരികളുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകാനോ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടാനോ സാധ്യതയുണ്ട്. ഇനി ജോലി ചെയ്ത് കുറേ വർഷമൊക്കെ ആയിട്ട് നിങ്ങളൊരു പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറേ പേർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ സാലറി ഹൈക്കോ അതിൻ്റെ ഓർഡറൊക്കെ ഇന്ന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്താ പറയുന്നത്, പ്രൊമോഷൻ്റെ ഒക്കെ ഒരു കാർഡായിട്ടാണ് നമ്മൾ എംപറർ കാർഡ് പറയുന്നത്. അതുപോലെ കുറച്ച് ഈഗോ ഉള്ള ആളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈഗോ വേണ്ട, ഇന്ന് വീട്ടിൽ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ദിവസം ആയതുകൊണ്ട് ഈഗോ വേണ്ട. ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിരിക്കുക, ഡൗൺ ടു ഹാർട്ട് ആയിരിക്കുക. ഹൃദയത്തിൽ എന്തുണ്ടോ അത് തുറന്നു കാണിക്കുക. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് എംപറർ എനർജി പറയുന്നത്. വെറുതെ ജാടയിട്ട് വെറുതെ സീനാക്കണ്ട എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഇന്ന് വളരെ ആവേശത്തോടു കൂടി ജോലികൾ ചെയ്യുന്നതാണ് കേട്ടോ. കരിയറിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. വളരെ ആവേശത്തോടു കൂടി ഇന്ന് ജോലികൾ ചെയ്യാനൊക്കെ സാധ്യതയുണ്ടെന്നാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. ഫോക്കസ്ഡ് ആണ്, കരിയർ ഫോക്കസ്ഡ് ആണ്, മോസ്റ്റ്ലി പാഷനേറ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫിസിക്കലായിട്ടുള്ള ഇൻറ്റിമസീസിന് താല്പര്യം തോന്നുക, അതുപോലെ വഴക്ക് ഉണ്ടാക്കാനുള്ള ഒരു താത്പര്യം ഉണ്ടാവുക, അതൊക്കെയാണ് ഈ പറഞ്ഞ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഈ എംപററിൻ്റെ എനർജിയിൽ ഒരു ഈഗോയിസ്റ്റ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ
അളക്കുക. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന വാക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഒരു പെരുമാറ്റം, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ എക്സ്പ്രഷൻസ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെ മറ്റുള്ളവർ അളക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ ചിലപ്പോൾ ഒരു ഫൈനൽ ഒരു ജഡ്ജ്മെൻറ്റ്, ഇവിടെ എംപററും ജഡ്ജ്മെൻറ്റും വന്നേക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു കേസിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളുടെയോ കോടതി കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളാണ് നല്ലത് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അപ്പോൾ തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ആളുകളോടാണ് ഇവിടെ നമുക്ക് ഓവർ തിങ്ക് ചെയ്തിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്തവർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഇവിടെയും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് പ്രോക്രാസ്റ്റിനേഷൻ, പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക, ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലാണോ, ആണെങ്കിൽ മാത്രം തീരുമാനം എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക. തൽക്കാലത്തേക്ക് തീരുമാനം എടുക്കേണ്ടെന്ന് വിചാരിക്കുക. കാരണം ഓൾറെഡി നമുക്ക് വേറൊരു കാർഡും കൂടെ അതേ അർത്ഥത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് അത് വിട്ട് കളയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അതാണ് ഹാങ്ഡ് മാൻ്റെ എനർജി പറയുന്നത്. ഓവർ തിങ്ക് ചെയ്യുക, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇത് ഹാങ്ഡ് മാൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ കൂട്ടുചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ കൂടെ നേരത്തെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആരെങ്കിലും നിങ്ങളായിട്ട് വഴക്കുണ്ടാക്കിയൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. ചിലപ്പോൾ അവരോടൊപ്പം നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോകുമ്പോൾ അവിടുത്തെ മതപുരോഹിതന്മാരുമായിട്ട് നിങ്ങൾ സംസാരിച്ചൊരു ഗൈഡൻസ് എടുക്കുന്നതാകാൻ സാധ്യതയുണ്ട്. ഇതൊരു ഗൈഡൻസിൻ്റെ കാർഡാണ്. നിങ്ങൾക്കൊരു മെൻറ്ററിനെ കിട്ടുന്നു, നിങ്ങൾ ഒരു ഗൈഡൻസ് എടുക്കുന്നു എന്നൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. അതുപോലെ ഇത് നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ടൊരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് 3 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കിലും 2 ഓഫ് സോഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഉഴറുന്ന കുറച്ച് മനുഷ്യരെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 3 കാർഡ് ഇൻഡിസിഷൻ്റെ ആയിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ മാനസിക നിലയിലാണോ, ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ആ തീരുമാനം പിന്നത്തേക്ക് മാറ്റി വെക്കുക. തീരുമാനം എടുക്കൽ പിന്നത്തേക്ക് മാറ്റി വെക്കാനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ജോബ് ഓഫറോ പണമോ അല്ലെങ്കിൽ പുതിയ ലവോ ഒക്കെ നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിന്ന് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഹൈ വൈബ്രേഷനിലായിരിക്കും എല്ലാ ദിവസവും ഉള്ളത്. മജീഷ്യൻ്റെ എനർജിയിൽ, ക്രിയേറ്ററിൻ്റെ എനർജിയിലാണ്. അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ആ സെയിം കാർഡ് തന്നെയാണ് എംപ്രസും വന്നേക്കുന്നത്. എന്ത് മാനിഫെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഭാഗ്യമുള്ള ഒരാളായിട്ടാണ് ഇന്നേ ദിവസം നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ലോട്ടറി ഒക്കെ എടുത്താൽ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന കുറച്ച് ആളുകളെയാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, തീരുമാനം എടുക്കാനുള്ള മാനസിക നിലയിലാണോ നിങ്ങളെന്ന് ആദ്യം ആത്മപരിശോധന ചെയ്യുക. എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഒരു തീരുമാനം എടുത്താൽ നിങ്ങളൊരു കുറേ വട്ടം ആലോചിക്കണം, എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുന്നതായിരിക്കും ഇന്നേ ദിവസം നല്ലത്. ഓക്കെ, ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് പറയുന്നത് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് 2 കാർഡുണ്ട്. അബണ്ടൻസ് ആണ്. ധാരാളമായിട്ട് നിങ്ങൾ എന്താണോ അബണ്ടൻസ് എന്ന് വിചാരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു. പണമാണോ, സമൃദ്ധിയാണോ, സന്തോഷമാണോ, അത് ജോലിയാണോ, എന്താണോ നിങ്ങൾ അബണ്ടൻസ് എന്ന് വിചാരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ഇന്ന ദിവസം വരും. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ സഹായം കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് സഹായം തേടുന്നതാകാൻ സാധ്യതയുണ്ട്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആണ്. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ സഹായം ചോദിക്കാനും പറയുന്നുണ്ട്. അടുത്ത ലുക്ക് ഫോർ എ സൈൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സൈൻ യൂണിവേഴ്സായിട്ട് കാണിച്ചു തരുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മെഡിറ്റേഷനിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത്. അടുത്തത് ലവേഴ്സിന് എന്താ ഗൈഡൻസ് ആണെന്നുള്ളത് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ്, ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം യൂണിവേഴ്സ് കൊടുക്കുന്നത്? ഫസ്റ്റ് കാർഡ് വന്നിട്ട്
റിലീസ് യുവർ എക്സ്. നിങ്ങളുടെ പാസ്റ്റിനെ പിന്നീട് ഉപേക്ഷിക്കുക. അത് നിങ്ങളുടെ കുറേ കർമ്മ ബാഗേജ് ക്ലിയർ ചെയ്ത് കളഞ്ഞോളൂ എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് വെച്ചാൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കണമെങ്കിൽ പോലും അതിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ബോഡിക്കും മനസ്സിനും സോളിനും ഒന്നും ഇല്ല. കാരണം പഴയ കാര്യങ്ങളെ വെച്ച് തിക്കി നിറച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അവിടെ ബാക്കി ആർക്കും ഒന്നും പ്രവർത്തിക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് സറണ്ടർ ചെയ്ത് വിട്ട് കളയണം. എന്നാൽ മാത്രമേ അവിടെ സ്പേസ് വരത്തുള്ളൂ. അവിടെയാണ് ഇനി ദൈവം പ്രവർത്തിക്കേണ്ടത്. എക്സ്പ്രസ് യുവർ ലവ് എന്നാണ്. ഗോ എഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റേഴ്സ്. നിങ്ങൾ ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടിരിക്കേണ്ട. നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ തോന്നുവാണെങ്കിൽ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ഡിസെപ്ഷൻ. സംവൺ ഈസ് വെയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ ഒരാൾ ഫോൾസ് സെൽഫ് മാസ്ക് ഇടുന്നുണ്ട്. അത് നിങ്ങളാവാനാണ് സാധ്യത. കാരണം തൊട്ട് മുമ്പിലത്തെ കാർഡ് എന്താണ് പറഞ്ഞത്, എക്സ്പ്രസ് യുവർ ലവ് എന്നാണ്. നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലവ് ഉള്ളിലുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, നിങ്ങൾ വേറെന്തോ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡിസെപ്ഷൻ പറഞ്ഞാൽ എന്താണ്, നിങ്ങളൊരു സെൽഫ് മാസ്ക് വെച്ചിരിക്കുന്നത്, ആരോ ഒരാൾ സെൽഫ് മാസ്ക് വെച്ചിരിക്കുന്നത്. അത് ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ് സെൽഫ് മാസ്ക് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് നിങ്ങളത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ വിളിക്കുമ്പോൾ നിങ്ങൾ പോകുന്നുണ്ടാവില്ല, ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഉള്ളിൽ അതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയും അത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളത് ഡിനേ ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.